ഒരു ബട്ടർ കപ്പ് ഉണ്ടാക്കിയാലോ. അതിലേക്ക് ചൂടായ പാനിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ച കപ്പയാണ്, ആ കപ്പ ഇട്ട് കൊടുക്കാം. അതിനോട് കൂടെ തന്നെ പിന്നെ മധുരക്കിഴങ്ങ് അതും വേവിച്ചുടച്ച് വെച്ചതാണ്, അതും ഇട്ടുകൊടുക്കാം. ഇനി രണ്ടും കൂടി ഈ ബട്ടറിൽ ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കാം. ഉപ്പിട്ട് വേവിച്ച് വെച്ച കപ്പയും മധുരക്കിഴങ്ങും ഈ ബട്ടറിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. അതിനോട് കൂടെ തന്നെ എരിവിന് ആവശ്യമായ കുരുമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കാം. രണ്ടാം പാലിൽ കിടന്ന് നമ്മുടെ വേവിച്ചുടച്ച കപ്പയും മധുരക്കിഴങ്ങും നന്നായിട്ട് യോജിച്ച് വന്ന് കുറുകി വന്ന ഈ പരുവത്തിലായി കഴിഞ്ഞാൽ ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. ഒന്നാം പാല് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഇതിലേക്ക് വറവിടാം. ഇതിലെ കടുക്, ചെറിയുള്ളി, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില ഇങ്ങനെയുള്ള വറവാണ് അതിലേക്ക് ഇടാം. അങ്ങനെ രുചിയും മണവുമുള്ള നമ്മുടെ ബട്ടർ കപ്പ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ബട്ടർ കപ്പ. ബട്ടർ കപ്പയിൽ നിന്ന് അല്പം എടുത്തുനിന്ന് രുചിച്ച് നോക്കാം. ഒന്നും പറയാനില്ല, ഒന്നും ഉണ്ടാക്കി നോക്കേണ്ട സംഭവമാണ്. അടിപൊളി ടേസ്റ്റാണ്.